പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഈ 2026 ജൂൺ മാസം 2-ാം തീയതി സ്തോത്രം ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 2-ാമത്തെ ദിവസം ദൈവസന്നിധിയിൽ ആയിരിക്കാൻ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ, കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ, കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചു. സ്തോത്രം 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 സ്തോത്രം. പ്രത്യേകിച്ച് നേരത്തെ നമ്മുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് തീർത്തു. അതിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഈ 2-ാം തീയതി പ്രഭാതി നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ആമേൻ കർത്താവ് അവസരം തന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാത സന്ദേശം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് കൃപ തന്നതിനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന യാദൃച്ഛികമല്ല, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങൾക്കിത് കേൾക്കുവാനൊരു ദാഹം തന്നത് ദൈവമാണ്. ആമേൻ. എങ്ങനെയെങ്കിലും എനിക്ക് പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേൾക്കണം എന്ന് നിങ്ങളുടെ ഉള്ളിലൊരു ആഗ്രഹമില്ലേ, അത് കർത്താവ് തന്ന ഒരു ദാഹമാണ്. എന്തിനാണെന്നറിയാമോ? അത് നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേകമായ ചില നന്മകളെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ സന്ദേശം കേൾക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാൻ. നമ്മുടെ ഉള്ളിൽ കർത്താവിനോടൊരു ദാഹമുണ്ടോ, ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ആമേൻ ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും ഒക്കെ നമുക്ക് വലിയ ദാഹം ഉണ്ടാകണം. ഉണ്ടോ? അത് വലിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട 2-ാം തീയതിക്കായിട്ട് സ്തോത്രം. ഈ ദിവസത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രത്യേക കൃപ വ്യാപരിക്കുന്ന ദിവസമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇത് അത്ഭുതത്തിൻ്റെ ദിവസമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. ഇത് സമാധാനത്തിൻ്റെ ദിവസമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. ആരോഗ്യം ആയുസ്സും ഉണ്ടാകുന്ന പകൽക്കാലമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ മാറിപ്പോകട്ടെ. എല്ലാ രോഗത്തിൻ്റെ ബന്ധനങ്ങളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. പ്രത്യേകിച്ച് തൊണ്ടയ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ, തൊണ്ടയ്ക്കകത്തുണ്ടായിരിക്കുന്ന അസ്വസ്ഥതകൾ ഇപ്പോൾ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. പൂർണ്ണമായി അത് വിട്ടുമാറട്ടെ, സ്വസ്ഥമാകട്ടെ, സൗഖ്യമാകട്ടെ, ആരോഗ്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദം അടപ്പിക്കുന്ന, ശബ്ദത്തിന് ഇടർച്ച കൊണ്ടുവരുന്ന ആമേൻ തൊണ്ടയിലുള്ള അസ്വസ്ഥതകളെല്ലാം തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ തലയുടെ പിറകിലുള്ള വേദനയും ബാലൻസ് നഷ്ടപ്പെടുന്ന അനുഭവങ്ങളും നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ വിരലുകളുടെ ഇടയിലുണ്ടായിരിക്കുന്ന ആമേൻ ഇൻഫെക്ഷനുകൾ, നഖത്തിനിടയിലുണ്ടായിരിക്കുന്ന ഇൻഫെക്ഷനുകൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത വരുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, ഇന്നത്തെ പകൽക്കാലം തൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും, വ്യക്തിപരമായ കുടുംബമായ ആവശ്യങ്ങളുടെ മേൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ അത്ഭുതം നടക്കട്ടെ. ജോലി വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ അത്ഭുതം നടക്കട്ടെ. കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനിലും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ന് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണം. അവർ ശക്തി പ്രാപിക്കണം, ബലം പ്രാപിക്കണം, ദൈവകൃപ പ്രാപിക്കണം. അവർ അനുഗ്രഹമായി തീരണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. വലിയൊരു റിവൈവലിന് വേണ്ടി തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടവരട്ടെ. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന മീറ്റിംഗ് ആയി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 4-ാമത്തെ അധ്യായത്തിലാണ് അതിൻ്റെ 33-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇന്ന് പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 2-ാമത്തെ ദിവസമാണ്. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. എല്ലാവരും തന്നെ അതിൽ കടന്നു വന്ന് പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടെ പറയുന്നു, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഗ്രേറ്റ് ഗ്രേസ് വാസ് അപ്പോൺ ദം ഓൾ. ഈ മാസം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉള്ളിൽ തന്നത് മന്ത് ഓഫ് സ്പെഷ്യൽ ഗ്രേസ്, പ്രത്യേക കൃപ. ആമേൻ. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപയുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത്. എന്നാൽ പ്രത്യേക കൃപ
ആമേൻ ഈ മാസം നമ്മുടെ ചില ആവശ്യങ്ങളുടെ മേൽ ആമേൻ പരിശുദ്ധാത്മാവ് ചൊരിയുകയും അതിനകത്തൂടെ നമ്മളെ അത്ഭുതകരമാവണ്ണം പുറത്തു കൊണ്ടുവരികയും ചെയ്യും. കർത്താവിൻ്റെ ആത്മാവ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, എങ്കിലും ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. ഞാനാകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. ആമേൻ ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, 6-ാം മാസത്തിൽ ദൈവം ആമേൻ ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ അയച്ചു. മറിയയുടെ മേൽ ഒരു പ്രത്യേക കൃപയുണ്ടെന്നുള്ള ദൂത് അറിയിക്കുവാൻ 6-ാം മാസത്തിൽ ആമേൻ ആമേൻ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? ആമേൻ ദൂതനെ അയച്ചതുപോലെ ഈ 6-ാം മാസം ജൂൺ മാസത്തിൽ ഈ സന്ദേശം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയുണ്ടാകട്ടെ. ആമേൻ. പ്രത്യേക കൃപയുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പ്രത്യേക കൃപയെന്ന് പറയുന്നത് അർഹതയില്ലാത്ത അനുഗ്രഹത്തെക്കാൾ കൂടുതലാണ്. ആമേൻ. സ്തോത്രം. ഗ്രേസ് എന്ന് പറയുന്നത് അതൊരു ഡിവൈൻ അഡ്വാൻറ്റേജാണ്. കൃപ എന്നത് ദൈവത്തിൻ്റെ ഒരു ആമേൻ പ്രത്യേകമായ ഒരു കൃപ, പ്രത്യേകമായ ഒരു പ്രത്യേകത നമ്മുടെ മേൽ വരിക. അത് നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജുകൾ തരും. ആമേൻ. ഗ്രേസ് എന്ന് പറയുന്നത് ആമേൻ ഗോഡ്സ് എബിലിറ്റി വർക്കിംഗ് ത്രൂ ഹ്യൂമൻ വീക്ക്നെസ്, മാനുഷിക ബലഹീനതയിലൂടെ അതിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആമേൻ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ ആമേൻ 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 സാധാരണക്കാരനെ അസാധാരണമായ ഫലങ്ങളെ കൈവരിക്കുവാൻ ആമേൻ ആമേൻ കൊടുക്കുന്ന പ്രത്യേകമായ ദൈവിക കഴിവാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. ആമേൻ. ഒരു മനുഷ്യൻ്റെ മേൽ കർത്താവിൻ്റെ കൃപ വരുമ്പോൾ ആമേൻ വർഷങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയാത്തത് ദിവസങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. ആമേൻ. മറ്റു പലരും ആമേൻ നേടിയെടുക്കുവാൻ പാടുപെടുന്ന കാര്യങ്ങൾ ദൈവിക ശാക്തീകരണത്തിലൂടെ അല്ലെങ്കിൽ കൃപയിലൂടെ വളരെ വേഗത്തിൽ സാധ്യമാകുന്നു. ഈ മാസം അങ്ങനെ ഒരു സ്പെഷ്യൽ ഗ്രേസ് നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകട്ടെ, അങ്ങനെ ഒരു സ്പെഷ്യൽ ഗ്രേസ് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാകട്ടെ, അങ്ങനെ ഒരു സ്പെഷ്യൽ ഗ്രേസ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ മിനിസ്ട്രിയിലും നിങ്ങൾ ചെയ്യുന്ന സകലത്തിനകത്തും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ദിസ് ഈസ് ദ മന്ത് ഓഫ് സ്പെഷ്യൽ ഗ്രേസ്. കർത്താവിൻ്റെ പ്രത്യേക ഗ്രേസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും കർത്താവിൻ്റെ പ്രത്യേകമായ ഗ്രേസ് ഉണ്ടാകട്ടെ. സാധാരണ ഗ്രേസ് ഉണ്ട്, അതായത് സാൽവേഷൻ ഗ്രേസ്. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാല. പക്ഷേ ദൈവിക ഉദ്ദേശങ്ങൾക്കായി ഒരു വ്യക്തിയെ വ്യത്യസ്തനാക്കുന്ന ദൈവത്തിൻ്റെ പ്രീതിയുടെയും ആമേൻ ശാക്തീകരണത്തിൻ്റെയും അതുല്യമായ പ്രകടനമാണ് പ്രത്യേക കൃപയെന്ന് പറയുന്നത്. അതായത് എന്നോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി, എന്നെ വിളിച്ചപ്പോഴുള്ള പദ്ധതി, ആമേൻ ആമേൻ അതിനുവേണ്ടി എന്നെ വ്യത്യസ്തനാക്കുക, ആമേൻ അതിനുവേണ്ടി ദൈവം എന്നെ ശക്തീകരിക്കുക, അതിൽ പ്രകടമാകുന്നതാണ് പ്രത്യേക കൃപ. പലർക്കും കൃപയുണ്ട്, എന്നാൽ അസാധാരണമായ അസൈൻമെൻറ്റുകൾക്കായി, നിയമനങ്ങൾക്കായി ദൈവം അസാധാരണമായ കൃപ പുറപ്പെടുവിക്കുന്ന നിമിഷങ്ങളാണ്. അതാണ് പറയുന്നത്. അപ്പോസ്തലൻ 4:33 പറയുക, അവരുടെ മേൽ പ്രത്യേക ഒരു കൃപയായിരുന്നു. ആ കൃപ എന്ത് ചെയ്തു? അവരെ അത്ഭുതമാക്കി മാറ്റി. ആമേൻ. അവരെ അത്ഭുതമാക്കി മാറ്റി. ആമേൻ. അവരെ അത്ഭുതമാക്കി മാറ്റി. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും പറയണം, എൻ്റെ മേലൊരു പ്രത്യേക കൃപ ഈ മാസം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യും. ആമേൻ. നമ്മളെ നിലനിർത്തുന്നത്, നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട് നിർത്തുന്നത്, ആമേൻ നമ്മളിൽ ആമേൻ ദൈവിക ശക്തിയെ വെളിപ്പെടുത്തുന്നതാണ് പ്രത്യേകമായ കൃപ. ആമേൻ. മറിയ, നസറേത്തിലും അനേക സ്ത്രീകളുണ്ടായിരുന്നു, എന്നാൽ മറിയയുടെ മേൽ പ്രത്യേകമായ കൃപ വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? മറിയയുടെ ലൈഫ് വേറെയായി മാറി, വ്യത്യസ്തമായി മാറി, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയായി. അതിനുവേണ്ടി ആ മറിയയുടെ മേൽ ആമേൻ ആ പ്രത്യേക കൃപ വന്നു. അപ്പം മറിയയുടെ മേൽ ആ കൃപ വന്നപ്പോൾ എന്തുകൊണ്ട്? ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി, ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായി, തൻ്റെ ജീവിതത്തിൽ പുതിയൊരു സീസൺ ഓപ്പണായി. തൻ്റെ ആമേൻ കസിൻ സിസ്റ്ററായ എലിശബത്തിനെ കുറിച്ച് ആമേൻ നല്ല വർത്തമാനം കേൾക്കുവാൻ കഴിഞ്ഞു. ഇതെല്ലാം 6-ാം മാസത്തിൽ സംഭവിച്ചെങ്കിൽ ഈ 6-ാം മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗുഡ് ന്യൂസുകൾ ഉണ്ടാകട്ടെ. നല്ല വർത്തമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരട്ടെ. ഈ 6-ാം മാസത്തിൽ നല്ല ഡിവൈൻ ആമേൻ മാനിഫെസ്റ്റേഷൻസ്, എൻകൗണ്ടറുകൾ, ദൈവികമായ ഇടപെടലുകൾ, ആമേൻ ഏഞ്ചലിക് ഇൻ്റർവെൻഷനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കണം കേട്ടോ, നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ആമേൻ. മറിയ എന്ത് ചെയ്തു? മറിയ ഹമ്പിളായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ താഴ്ത്തി കൊടുത്തു. നമ്മളെ തന്നെ താഴ്ത്തുവാൻ തയ്യാറായ പ്രിയപ്പെട്ടവരെ, ആ പ്രത്യേക കൃപ നമ്മുടെ മേൽ നിറഞ്ഞ് കവിയുവാൻ കാരണമാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ താഴ്മയുള്ളവരായി തീരുക. കർത്താവേ, എന്നെക്കൊണ്ട് സാധ്യമല്ല, അങ്ങയുടെ കൃപ എനിക്ക് വേണം, അങ്ങയുടെ സഹായം എനിക്ക് വേണം എന്ന് കർത്താവിനോട് എപ്പോഴും പറയുക. അതുപോലെ കർത്താവിന് അവൈലബിളാകുക. കർത്താവേ, ഞാൻ നിൻ്റെ ദാസൻ, ഞാൻ നിൻ്റെ ദാസി, നിനക്ക് എന്നാണോ എന്നിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്താട്ടെ എന്ന് എപ്പോഴും കർത്താവിനോട് പറയുക. അതുപോലെ ദൈവം നമ്മളെ എവിടെ ആക്കി വെച്ചിരിക്കുന്നു, ഒരു പക്ഷേ ശുശ്രൂഷയിലാകാം, ജോലിയിലാകാം,
ജോലിയിലാകാം, അവൻ വിദ്യാഭ്യാസത്തിലാകാം, വേറെവർ യു ആർ, അവൻ കർത്താവ് നമ്മളെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മളെ വിശ്വസ്തരായി നിൽക്കുക. അവൻ ഒരു പ്രത്യേക പ്രാർത്ഥന. ഈ മാസം അധികം ആരോടും കൂടുതൽ ലോകമനുഷ്യരോട് സംസാരിക്കാതെ, മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞ് സംസാരിക്കാതെ, അവൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടുതൽ സമയം ചെലവഴിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കരങ്ങൾ ഉയർത്തി പറഞ്ഞു, ഈ മാസം ഞാൻ പ്രത്യേക കൃപയുടെ കീഴിലാണ് സഞ്ചരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഏത് ജോലിയാണോ അതിനായി എനിക്ക് പ്രത്യേക കൃപ തന്നിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സിനായി എനിക്ക് പ്രത്യേക കൃപ തന്നു. എൻ്റെ ശുശ്രൂഷയ്ക്കായി എൻ്റെ മേൽ പ്രത്യേക കൃപ തന്നതിനായിട്ട് സ്തോത്രം. എൻ്റെ കുടുംബത്തിനായി എനിക്ക് പ്രത്യേക കൃപ തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തിനായി എനിക്ക് പ്രത്യേക കൃപ തന്നിരിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ മുമ്പിൽ തുറന്ന വാതിലുകൾ, അതിനായി എനിക്ക് പ്രത്യേക കൃപ തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഡിവൈൻ സ്പീഡ്, ദിവ്യ വേഗത എൻ്റെ മേൽ പകർന്നിരിക്കുന്നതിന് സ്തോത്രം. പ്രത്യേക ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും തന്ന് ദൈവകൃപയാൽ എന്നെ നിറച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്താരംഭിച്ചോ അതിനിലൂടെ പൂർത്തീകരിപ്പാൻ അങ്ങയുടെ പ്രത്യേക കൃപ വന്നതിന് സ്തോത്രം. പിതാവേ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാസത്തെ അനുഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, എല്ലാവരും ആ പ്രത്യേക കൃപ ഈ മാസം എക്സ്പീരിയൻസ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവർ പ്രത്യേക കൃപ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രത്യേക കൃപ ഈ മാസം നിങ്ങളെ നിറഞ്ഞ കവിഞ്ഞ അനുഭവത്തിൽ കൊണ്ടോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറയാം, കർത്താവ് എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. വീണ്ടും കരമുയർത്തിയിട്ട് പറഞ്ഞാൽ, ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.